എനിക്ക് വളരെയധികം സന്തോഷമായി തോന്നിയത് ഇന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവാക്കി വളരെ ആർഭാടകരമായ രീതിയിൽ വിവാഹങ്ങളെല്ലാം നടക്കുമ്പോൾ വളരെ ലളിതമായ രീതിയിൽ ഇങ്ങനെയുള്ള ചടങ്ങ് സംഘടിപ്പിച്ചതിനെ ഇവരെ ആദരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശരത്തിൻ്റെ വേഷവിധാനം എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി. അവർ രണ്ടുപേരും ഒരുപാട് ആഗ്രഹിച്ചൊരു മുഹൂർത്തമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഞങ്ങളും അതിൽ വളരെ ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ കുറേ നാളായിട്ട് ശ്രീകുട്ടി ആണെങ്കിലും ഞങ്ങളും എല്ലാവരും അതിൻ്റെ ഒരു നിമിഷത്തിന് വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഫോട്ടോ ഉണ്ട്. വാകത്താനം വില്ലേജ് കാടമുറിക്കരയിൽ തേക്കനാൽ വീട്ടിൽ കുഞ്ഞുപിള്ളെ പണിക്കർ മകൻ ശരത് കെ പണിക്കർ എന്ന ഞാൻ, കോഴഞ്ചേരി താലൂക്കിൽ മെഴിവേൽ വില്ലേജ് അയത്തിൽ കരയിൽ ചിങ്ങവനം വീട്ടിൽ ജയൻ മകൾ ശ്രീകുട്ടി ജേബിയെ എന്ന ആളെ വിവാഹം ചെയ്യാൻ സമ്മതിച്ചിരിക്കുന്നു. കോഴഞ്ചേരി താലൂക്കിൽ മെഴിവേലി വില്ലേജിൽ അയത്തിൽ കരയിൽ ചിഞ്ചുഭവനം വീട്ടിൽ ജയൻ മകൾ ശ്രീകുട്ടി ജെബി എന്ന ഞാൻ, ചങ്ങനാശ്ശേരി താലൂക്കിൽ വാകത്താനം വില്ലേജിൽ കാടുമുറിക്കരയിൽ തേക്കനാൽ വീട്ടിൽ കുഞ്ഞുപിള്ള പണിക്കർ മകൻ ശരത് കെ പണിക്കർ എന്ന ആളെ വിവാഹം ചെയ്യാൻ സമ്മതിച്ചിരിക്കുന്നു. കണ്ണനും ശ്രീകുട്ടിക്കും ഹാപ്പി മാരീഡ് ലൈഫ്. We wish you a very happy married life years. എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ച ഒരു നിമിഷമാണിന്ന്. നിങ്ങളെപ്പോലെ ഞങ്ങളും വളരെ ഹാപ്പിയാണ് ഈ നിമിഷത്തിൽ. വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. It is not
12 സമയത്ത് അവനെ കാത്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുമായിരുന്നു. കാരണം നാളെ അവൻ്റെ ബർത്ത്ഡേ ആണ്. ആ ഒരു ദിവസം തന്നെ അവൻ ആഗ്രഹിച്ച പോലെ ഒരു പങ്കാളിയെ കിട്ടി, അവൻ്റെ കൂട്ട് കിട്ടി. ഭയങ്കര സന്തോഷമുണ്ട്. വിഷമമെന്ന് വെച്ചാൽ അതിഭയങ്കര സന്തോഷം. സോ ഹാപ്പി ഫോർ ഹിം ആൻഡ് വിഷ് യു ദം വെരി വെരി ഹാപ്പി മാരീഡ് ലൈഫ്. ലവ് യു കണ്ണ, ശ്രീകുട്ടി. ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തൊരു ഡേ ആണ്. ലൈക്ക് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയങ്ങളിൽ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും എല്ലാവരുമായി കണക്ട് ചെയ്ത് ഇങ്ങനെ ഡ്രസ്സപ്പ് ചെയ്ത് ഈ ഇത്രയും ഓവർവെൽമിങ് ആയിട്ടൊരു സിറ്റുവേഷൻ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇറ്റ് ഈസ് ലൈക്ക് എ ഡ്രീം. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് കണ്ണനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞാനും ഒരിക്കൽ പുറത്ത് പോയപ്പോഴാണ് കണ്ണനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ഞങ്ങൾ അത്യാവശ്യം നല്ല ഫ്രണ്ട്സായിരുന്നു. ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഒരു പുതിയൊരാളെ കാണുന്ന പോലെ ഒന്നും തോന്നിയില്ല. പെട്ടെന്ന് ഞങ്ങൾ സിങ്കായി. അത് കഴിഞ്ഞ് പിന്നെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ചെറുതായി ഒന്ന് പിണങ്ങി. പിന്നെ ഞാൻ ഗൾഫിൽ പോയി. കുറേ നാളുകൾക്ക് മുമ്പും ഫസ്റ്റ് ഞങ്ങൾ മീറ്റ് ചെയ്ത് കൊച്ചിയിൽ വെച്ചായിരുന്നു. ഫ്രണ്ട്സ് വഴി കണക്റ്റ് ആകുന്നു. അത് കഴിഞ്ഞ് ആൾ ദുബായിക്ക് പോയി. കുറേ നാൾ അവിടെ ഉണ്ടായിരുന്നു. ദെൻ വളരെ റാൻഡംലി എൻ്റെ ചേച്ചി അബുദാബിയാണ്. അപ്പോൾ ചേച്ചിയെ കാണാനായിട്ട് ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ നിന്നൊരു വെക്കേഷൻ ട്രിപ്പായിട്ട് ദുബായ് ചെല്ലുന്ന സമയത്ത് റാൻഡംലി എനിക്ക് തോന്നി ആളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം തോന്നി. സംസാരിച്ചു. കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അതിന് പോയില്ല, മീറ്റ് ചെയ്തില്ല. അന്ന് ഞങ്ങൾക്ക് അവിടെ വെച്ച് കാണാനൊന്നും പറ്റിയില്ല. പക്ഷേ അതായിരുന്നു ദാറ്റ് വാസ് അവർ റീകണക്ട്. ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നു. ഞങ്ങൾ വീട്ടിൽ ചെന്ന് അച്ഛനെ കണ്ടു, സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ സംസാരിച്ചു. അത് കഴിഞ്ഞാണ് ആൾ നാട്ടിൽ വരുന്ന സമയങ്ങളിൽ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും പിന്നെ പയ്യെ ഇഷ്ടത്തിലായി. അതിൽ ഞങ്ങൾക്ക് മനസ്സിലായി വി ഷുഡൻറ്റ് ഗെറ്റ് അപ്പാർട്ട് എനിമോർ. അതങ്ങനെ ഇവിടെ വന്ന് അവസാനിച്ചു. വീട്ടിൽ പറഞ്ഞു. പിന്നൊരു റോൾ കോസ്റ്റർ ആയിരുന്നു. പിന്നെ ചിന്തിക്കാൻ സമയം കിട്ടിയില്ല. അത് ഈ മൊമെൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇറ്റ് ഈസ് ടു മച്ച് എക്സൈറ്റിംഗ്. എൻ്റെ മകൻ ശരത്തിനും ശ്രീകുട്ടിക്കും നല്ലൊരു വിവാഹ മംഗളാശംസകൾ നേരുന്നു.